നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. എല്ലാം കണിച്ചുകുളങ്ങര അമ്മയുടെ അനുഗ്രഹം എന്നാണ് ഈ പത്മ അവാർഡ് കിട്ടിയതിന് ശേഷമുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രതികരണം. എന്നാൽ സോഷ്യൽ മീഡിയ മറ്റു ചിലതൊക്കെ വെള്ളാപ്പള്ളി നടേശനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാശ് കൊടുത്താൽ കിട്ടുന്ന ഒരു സാധനം ഏത് പട്ടിക്ക് വേണം പത്മ അവാർഡ് എന്നൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് മലയാളികൾ. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പത്മ അവാർഡ് കേന്ദ്രത്തിൻ്റെ ഈ പുരസ്കാര പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറിയാണ്. അതായത് ഈ പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വന്നൊരു ബോംബ് പൊട്ടിക്കുന്നു, SNDPയുമായി ഐക്യത്തിനില്ല എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ പത്മ അവാർഡ് തനിക്ക് കിട്ടാത്തതിനുള്ള ഒരു കൊതിക്കറിവാണോ NSSൻ്റെ ജനറൽ സെക്രട്ടറിയുടെ പെട്ടെന്നുള്ള ഈ മനംമാറ്റത്തിന് കാരണം? ഇപ്പോൾ ഈ NSSും SNDPയും തമ്മിൽ കൈകൊടുക്കുന്നില്ല എന്നറിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പിണറായിക്ക് നെഞ്ചിടിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ചർച്ചകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്മ അവാർഡ് മേടിക്കാൻ ഇനിയിപ്പോൾ വെള്ളാപ്പള്ളിയാണോ പോകുന്നത്, അതോ വെള്ളാപ്പള്ളി മുൻപ് പറഞ്ഞതുപോലെ തന്നെ പട്ടിയാണോ പോകുന്നത് എന്നൊക്കെയുള്ള രസകരമായ കമന്റുകളും ചർച്ചകളും ഒക്കെയാണ്. ഇത് പെരുന്നയിലെ പോപ്പാണ്, നിസ്സാരക്കാരനല്ല. ഒരു പത്മഭൂഷൺ അവാർഡിലൊന്നും തലവെച്ച് കൊടുക്കുന്ന നിസ്സാരക്കാരനുമല്ല. 1966 അന്ന് മന്നത്തപ്പൂപ്പന് ഒരു പത്മ അവാർഡൊക്കെ കൊടുത്തു. പിന്നീട് ഭാരതകേസരി പട്ടം കൊടുത്തു. അങ്ങനെ നായന്മാരെ മൊത്തം ഒരു കാലത്ത് അടപടലം കോൺഗ്രസ്സുകാർ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചതാണ്. ആ കാലഘട്ടം വളരെ പ്രാധാന്യമുള്ളതാണ്. കേരള രാഷ്ട്രീയത്തിൽ ചില തിരുത്തലുകൾ അന്ന് മത്തത്ത് പത്മനാഭൻ തുടക്കമിട്ടു. വിമോചന സമരമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അവിടെയാണ് നായർ നസ്രാണി ഐക്യം തുടങ്ങുന്നത്. മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു വലിയ ശക്തിയായിരുന്നു ഈ നായർ നസ്രാണി ബന്ധം. പൊതുവെ നായന്മാർ നസ്രാണികളുമായും നസ്രാണികൾ നായന്മാരുമായും വളരെ അടുത്ത ഒരു ഹൃദയബന്ധം ഈ മധ്യ തിരുവിതാംകൂറിൽ സൂക്ഷിക്കുന്നത്. അതിപ്പോഴും തുടരുന്നുണ്ട്. അതാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ നട്ടെല്ല്. അത് പൊളിക്കാൻ പല കാലങ്ങളിലും പല ശ്രമങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ചിലപ്പോഴൊക്കെ ചെറിയ വിള്ളലുകൾ വീണു എന്ന് തൊഴിച്ചാൽ എക്കാലത്തും അത് ഭദ്രമായിരുന്നു ഈ നായർ നസ്രാണി ബന്ധം. അവിടെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി വളരെ കൗശലപൂർവ്വം നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളൊരു പുതിയ മുദ്രാവാക്യം ഇട്ടത്. നസ്രാണിക്ക് വലിയ നട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ മുദ്രാവാക്യത്തിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ യാതൊരുവിധ കമൻറ്റുകളും നസ്രാണികൾ നടത്തിയില്ല. കാരണം നസ്രാണികൾക്ക് അറിയില്ല അവർ എവിടെ നിൽക്കണമെന്ന്. അവരിപ്പോൾ ഊരും പേരും ഇല്ലാതെ പെരുവഴിയിലായ അവസ്ഥയിൽ നിൽക്കുന്നവരാണ്. അവിടെയാണ് ഇപ്പോൾ പത്മഭൂഷൺ വെള്ളാപ്പള്ളിക്ക് കണിച്ചുകുളങ്ങരയിലെ രാജാവിന് കൊണ്ടുപോയി കൊടുക്കുന്നു, അതും കാൽച്ചുവട്ടിൽ. നേരത്തെ വലിയ SPG പോലെ വലിയ സെക്യൂരിറ്റി സംവിധാനമൊക്കെ ഒരുക്കി ഈ വെള്ളാപ്പള്ളിയെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തൂക്കിയെടുക്കുമെന്ന പ്രതീതിയൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ പിണറായി ഭക്തിയിൽ വെള്ളാപ്പള്ളി പിണറായിയിലേക്ക് ചാഞ്ഞു. കാരണം കേരളത്തിലെ കച്ചവടത്തിന് പിണറായി വേണം. കഴിഞ്ഞ 10 വർഷമായിട്ട് വലിയ കച്ചവടത്തിന് കുഴപ്പമില്ലായിരുന്നു വെള്ളാപ്പള്ളിക്ക്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്, പ്രത്യേകിച്ച് കോളേജുകൾ, സ്കൂളുകൾ. അതിൽ ഈ ഒരു ക്യാപിറ്റേഷൻ എമൗണ്ട് അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് മേടിക്കും. ടീച്ചർമാരുടെയൊക്കെ കോളേജുകളിലൊക്കെ ഇപ്പോൾ 1.25 കോടി വരെയാണ് വില പേശി മേടിക്കുന്നത്. സ്കൂളുകളിലും ഇതുപോലെ തുകയുണ്ട്. 100 കണക്കിന് പോസ്റ്റുകളാണ് ഇങ്ങനെ വരുന്ന ഒരു വർഷം. അപ്പം 100 കണക്കിന് കോടി രൂപയുടെ വരുമാനം. പണ്ട് CBI പിന്നീട് EDയുടെ ഒരു റെയ്ഡൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, ഈ കണിച്ചുകുളങ്ങര ചുറ്റിപ്പറ്റിയാണെന്ന്. അന്ന് ഈ നോട്ടുകെട്ടുകളൊക്കെ ചാക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന വെപ്രാളമൊക്കെ അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫ് പിന്നീട് വിശദീകരിച്ചിരുന്നു. ഇഷ്ടംപോലെ പണമുണ്ട്. ഇതൊന്നും ഈ ഔദ്യോഗിക കണക്കിൽ രേഖപ്പെടുത്തേണ്ടതില്ല. പിന്നെ ഈ SNDP ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ, അങ്ങനെ പണം കായ്ക്കുന്ന വലിയ ഒരു അരമനയ്ക്കുള്ളിലാണ് സാക്ഷാൽ കണിച്ചുകുളത്തമ്പുരാൻ ഇരിക്കുന്നത്. പക്ഷേ ഈ NSSൻ്റെ ഒരു പ്രത്യേകത, NSSും സമാനമായ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ NSSന് ഏത് കച്ചവടം ചെയ്യുമ്പോഴും ഈ ആഠ്യത്വം ഇടത്തില്ല. ഞാൻ ഒരു നായരാണ് എന്നുള്ളൊരു ആഠ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ സുകുമാരൻ നായർ കച്ചവടമൊക്കെ നടത്തുന്നത്. അവിടെ ഉണ്ട്, കച്ചവടമൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചൊരു മനസാക്ഷിയുണ്ട്. നല്ല നായന്മാർക്ക് അർഹതയുണ്ടെങ്കിൽ ഈ ടീച്ചർമാരുടെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്തൊക്കെ ഇത്തിരി പണം കുറച്ചൊക്കെ കൊടുക്കും. അത് സുകുമാരൻ നായരുടെ മഹാമനസ്കതയാണ്. അത് വലിയ ആ രാജാവിനെ പോയി കണ്ട് ഭയഭക്തി ബഹുമാനത്തോടെ അദ്ദേഹത്തിന് മുന്നിൽ തൊഴുതു നിന്ന് പിന്നീട് NSSൻ്റെ കരയോഗത്തിൻ്റെ കത്ത്, കരയോഗം പ്രമാണിയുടെ കത്ത്, അങ്ങനെ നാടിനെയും നാട്ടുകാരെയൊക്കെ അറിയിച്ച് ഈ നായരെ അഭിമാനമുണ്ട് പൊതുവേ നായന്മാർക്ക്. അവൻ്റെ അഭിമാനം പോയിട്ട് അവൻ്റെ സർവമാന അഭിമാനവും പണയം വെച്ചിട്ട് വേണം NSSൻ്റെ അവിടെ പോയി ഒരു ജോലി മേടിക്കാൻ. എന്നാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളാപ്പള്ളിയുടെ അടുത്ത് കാര്യമായി നെഗോഷിയേഷൻ നടക്കത്തില്ല. പക്ഷെ മറുവശത്ത് സുഖേട്ടൻ്റെ അടുത്ത് ഇത് നടക്കും. അങ്ങനെയൊക്കെ രണ്ട് സമുദായങ്ങൾ തങ്ങളുടെ ഉള്ളം കയ്യിലാണ് എന്നൊരു ധാരണയിൽ
ഇടയ്ക്കൊക്കെ മുണ്ട് ഒന്ന് തിരുത്തി കയറ്റി നടക്കുന്ന രണ്ട് പ്രമാണിമാരാണ്. പക്ഷേ ഈ ഇന്നത്തെ വാക്കുകളിലെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് സുകുമാരൻ നായരുടെ. ഒന്ന്, ഞങ്ങളുടെ സമുദായത്തിൻ്റെ അന്തസ്സും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കണമെങ്കിൽ SNDPയുമായുള്ള ബന്ധം പറ്റത്തില്ല. അപ്പോൾ അതിലെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒളിഞ്ഞു തെളിഞ്ഞുമൊക്കെ ഇതാ ഇതിൻ്റെ പ്രശ്നം. നായരാണോ SNDP ഈഴവനാണോ വലുത്, അല്ലെങ്കിൽ ഈഴവനാണോ നായരാണോ വലുത്? ഇതെപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. നായർ ഈഴവരെയും ഈഴവർ നായരെയും അത്ര ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അവിടെയാണ് ആ സ്പേസ് ഈ നസ്രാണികൾ ബുദ്ധിപൂർവ്വം ചൂണ്ടിയെടുത്തത്. കാരണം നായന്മാരൊക്കെ വലിയ അഭിമാനികളാണ്. ഇവർ ഈ അഭിമാനത്തിൻ്റെ ഈ പഴയ തറവാടൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കും. നസ്രാണി എന്ന് ഒരു പാളത്തൊപ്പിയൊക്കെ വെച്ച് തോളത്ത് ഒരു തോർത്തൊക്കെ ഇട്ട് ഒറ്റമുണ്ടും എടുത്തിട്ട് ഇങ്ങനെ നടു ചൊറിഞ്ഞ് മുഖം ചൊറിഞ്ഞ് ഓച്ചാനിച്ച് പോയി ഈ നായർ തറവാടിൻ്റെ മുന്നിൽ നിൽക്കും. പ്രത്യേകിച്ച് ഈ നായർ തറവാടികളുടെ മുന്നിൽ എന്താ ഉദയ വേണ്ടത് എന്നൊക്കെ ഒരു ധിക്കാരം കലർന്ന ഭാഷയിൽ അഭിമാനിയായി നായർ ചോദിക്കും. ആ പറമ്പിൻ്റെ കിഴക്കേ മൂലം ഇങ്ങ് തരുമോ എന്ന് ചോദിച്ച് ഒരു നിസ്സാര തുകയ്ക്ക് അടിച്ചെടുത്ത് നായർ തറവാടുകളെല്ലാം കുളം തോണ്ടിയ അവസ്ഥയിലാക്കി. പക്ഷേ ഇപ്പോഴാ നായന്മാരതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ തിരിച്ചു മേടിക്കാൻ പറ്റത്തില്ല, അതെല്ലാം പോയി. പക്ഷേ എന്നാലും ഇവർ തമ്മിൽ വലിയ ആത്മബന്ധമാണ്. ആ ബന്ധത്തിന് ഇതുവരെ ഈ നസ്രാണി നായരുടെ മുന്നിൽ അഹങ്കാരം കാട്ടാറില്ല പൊതുവെ. അതുകൊണ്ട് ആ ഒരു ബന്ധം നിൽക്കുന്നു. അവിടെയാണ് എത്രയായാലും നസ്രാണിയെ കൈവിട്ട് ഈഴവ വിഭാഗത്തിനൊപ്പം ചേരാനുള്ള സുകുമാരൻ നായരുടെ മടി. അത് സുകുമാരൻ നായരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മന്നത്ത് പത്മനാഭൻ തുടക്കമിട്ട് അതിപ്പോഴും ഇങ്ങനെ തുടരുന്നു. പിന്നെ സുകുമാരൻ നായരെ സംബന്ധിച്ച് ഈ പത്മയുടെ ഈ വെടിക്കെട്ടിലൊന്നും സുകുമാരൻ നായർ വീഴത്തില്ല. കാരണം അതിനപ്പുറം ചാടി കടന്നവനാണ് സുഖേട്ടൻ. ഈ സുഖേട്ടനെ അങ്ങനെയുള്ള തവിട് കൊടുത്തൊന്നും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് BJP കരുതണ്ട. BJPക്ക് അങ്ങനെ വലിയ ആഗ്രഹവുമില്ല, നടക്കത്തില്ല. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പഴയ ഗോവ ഗവർണർ നമ്മുടെ ശ്രീധരൻപിള്ള ചേട്ടന് പെരുന്നയിലെത്തി അടച്ചിട്ട മുറിയിൽ സുകുമാരൻ നായരുമായിട്ടൊരു 1.5 മണിക്കൂർ വിലപേശിയത്. പക്ഷെ സുകുമാരൻ നായർ വീണില്ല. അതിനു മുമ്പ് പ്രകാശ് ജാവദേക്കർ നേരിട്ട് കണ്ട് സംസാരിച്ചു. അവിടെയും സുഖേട്ടൻ വീണില്ല. സുരേഷ് ഗോപിയായിട്ടും അടുത്ത ബന്ധം. പക്ഷെ അവിടെ ഒന്നും BJP കൊണ്ട് തലവെച്ച് കൊടുക്കാൻ സുകുമാരൻ നായർ ഇതുവരെ ശ്രമിച്ചില്ല. അതിൻ്റെ ഒരു കാരണം സുകുമാരൻ നായർക്കറിയാം, BJP കൊണ്ട് തലവെച്ച് കൊടുത്താൽ പിന്നെ ഈ ഇടതുപക്ഷവും മറുവശത്ത് UDF രണ്ടുപേരും മൈൻഡ് ചെയ്യത്തില്ല. അവിടെ വെള്ളാപ്പള്ളി പയറ്റിയ ഒരു സുന്ദര ബുദ്ധിയാണ്. ഒന്ന്, സാക്ഷാൽ വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു, കോൺഗ്രസ് UDFുമായിട്ട് വിലപേശുന്നു, മകനെ നേരെ BJPക്ക് ബലി കൊടുത്തു. അപ്പോൾ മകനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടതുവശത്തിരുത്തുന്നു. ഇതൊക്കെ സഹിക്കുമോ? എന്നിട്ടാണ് ഈ കഴിഞ്ഞ ജനുവരി 17-ന്, അതിന് തൊട്ട് മുമ്പ്, നമുക്കിനി വർത്തമാനകാല സംഭവങ്ങളിലേക്ക് വന്നാൽ, ഈ ജനുവരി 17-ാം തീയതിയാണ് നായർ ഈഴവ ഐക്യത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി ആദ്യം പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആ പ്രഖ്യാപനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈഴവ നായർ ഐക്യം അനിവാര്യമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അവിടെയും ഒരു പ്രശ്നം. നായരുടെ പേര് ആദ്യം പറയണ്ടേ? ഈഴവ നായർ ഐക്യമാണോ നായർ ഈഴവ ഐക്യമാണോ നിലവിൽ വരേണ്ടത്? അപ്പോൾ തന്നെ സുകുമാരൻ നായർക്ക് അത് കൊണ്ടു. പക്ഷേ വെള്ളാപ്പള്ളി ഒരു പ്രപ്പോസലല്ല മുന്നോട്ട് വെക്കുന്നത്. അതേക്കുറിച്ച് ചിന്തിക്കാമെന്ന് പാവം സുഖേട്ടൻ കരുതിയത് മറ്റൊരു തലത്തിലാണ്. കാരണം വെള്ളാപ്പള്ളി ജനുവരി 17-ന് ഈ ഓഫർ കൊടുക്കുന്നത് ജനുവരി 15-നും 14-നും നമ്മുടെ സതീശൻ വെള്ളാപ്പള്ളി എടുത്തിട്ടൊന്ന് പൊരിച്ചു. സതീശനെ അങ്ങ് വിരട്ടി കുപ്പിയിൽ അടയ്ക്കാം, കോർക്കും മെഴുകും വെച്ച് അടയ്ക്കാമെന്ന വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചത്. പക്ഷേ സതീശൻ ആ വിരട്ടിലൊന്നും വീണില്ല. വെള്ളാപ്പള്ളിയോട് ഉരുളക്കുപ്പേര് പോലെ മറുപടി കൊടുത്തു. ഞാൻ ഈ സമുദായ നേതാക്കളുടെ ഒന്നും വിരട്ടിൽ വീഴുന്നയാളല്ല. ഭാവി കേരളം നിങ്ങളെയൊക്കെ ഓർത്ത് ലജ്ജിക്കും എന്ന് പച്ചയ്ക്ക് പറഞ്ഞു. കാരണം ഇവിടെ ഈ സമുദായ നേതാക്കളാണ് ഇവിടെ വർഗീയത കുത്തിവെക്കുന്നതെന്നും വർഗീയ വിഷം നിങ്ങളാണ് എന്നും കേരളത്തോട് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണ് സതീശൻ. അപ്പോൾ സതീശൻ്റെ ആർജവം കണ്ട് വെള്ളാപ്പള്ളി ഒന്നു വരുന്നുണ്ട്. കാരണം സാക്ഷാൽ പിണറായി പോലും ഒരിക്കലും വെള്ളാപ്പള്ളിയോട് നേർക്ക് നേർ നിന്ന് സംസാരിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പണ്ട് ശബരിമല നവോത്ഥാന കാലത്ത് പിണറായി വിജയൻ എല്ലാവിധ ശക്തിയും ധൈര്യവും ഒക്കെ കൊടുത്ത് ഒപ്പം കൂടിയതാ വെള്ളാപ്പള്ളി കൂടിയത് കച്ചവടത്തിന് വേണ്ടി. പക്ഷെ അന്ന് തൊട്ട് വെള്ളാപ്പള്ളി പിണറായി വിജയനുമായിട്ട് കട്ടയ്ക്ക് നിൽക്കുകയാണ്. വെള്ളാപ്പള്ളിക്ക് ഒരു കാര്യം അറിയാം, ഈ CPMൻ്റെ മുഖ്യ വോട്ട് ബാങ്ക് ഈഴവ വിഭാഗത്തിൻ്റേതാണ്. കുറേയൊക്കെ അത് ഒലിച്ചുപോയി. എന്നാൽ ഈഴവ വോട്ട് ബാങ്ക് ഏതെങ്കിലും വിധത്തിൽ മകനിലൂടെ BJPയിലേക്ക് കൊണ്ടുപോകാനൊക്കെ ശ്രമം നടത്തി. അത് വിജയിച്ചില്ല. അപ്പോൾ ഒന്നുകിൽ മകൻ്റെ കയ്യിൽ ഉള്ള വോട്ട് ബാങ്ക് നിൽക്കണം, അല്ല അപ്പൻ്റെ കയ്യിൽ വോട്ട് ബാങ്ക് നിൽക്കണം. അതുകൊണ്ട് ഒരു വിഭാഗം നേരെ CPMലും മറുവിഭാഗം നേരെ BJPയിലേക്കും, BJP അല്ല NDA മുന്നണിയിലേക്കും ചെന്നു. കോൺഗ്രസിന് ഈഴവ വോട്ടുകൾ വലിയ പ്രതീക്ഷയില്ല, കിട്ടില്ല എന്ന് വെള്ളാപ്പള്ളിക്കും അറിയാം. ഇവിടെ CPMന് ഒരു സമ്മർദ്ദ തന്ത്രം കൊടുക്കുക വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം. മകൻ എപ്പോൾ വേണമെങ്കിലും ഈഴവന്മാരുടെ വോട്ട് പിടിച്ചുകൊണ്ട് നേരെ BJPയിലേക്ക് പോകും എന്നുള്ളൊരു ഭയപ്പെടുത്തൽ. ഇപ്പുറത്ത് CPMുമായി വിലപേശുന്നു, പിണറായി വിജയനുമായിട്ട് വിലപേശുന്നു, എല്ലാ കച്ചവടം ഉറപ്പിക്കുന്നു. കണിച്ചുകുളക്കരയിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ അനേക കോടികൾ വന്നു മറിഞ്ഞു.
ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് കോളേജുകളുമായി ബന്ധപ്പെട്ട് മറ്റിടപാടുകൾ പിണറായിയുമായിട്ടുള്ള ഈ ചങ്ങാത്തത്തിൽ വെള്ളാപ്പള്ളി അതിഭയങ്കര കച്ചവടം നടത്തി കോടീശ്വരനായി. അപ്പോൾ വെള്ളാപ്പള്ളി കച്ചവടം നടത്തി കോടീശ്വരനായാലും അതിൻ്റെ ഗുണഭോക്താവ് തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണ്. തുഷാറിൻ്റെ കഥകളൊക്കെ നമുക്കറിയാം, ബംഗളൂരുവിലെ മറ്റനേക കഥകളൊക്കെ അറിയാം. ഇതൊക്കെ ഒരു വശത്തിങ്ങനെ നടക്കുന്നു. അപ്പോഴാണ് മറുവശത്ത് സതീശൻ കയറി ഒന്ന് മാന്തിയത്. അപ്പോൾ സതീശനെ വിരട്ടുക, കോൺഗ്രസിനെ കൊണ്ട് കാല് പിടിപ്പിക്കുക, ഇതായിരുന്നു ആദ്യ ലക്ഷ്യം. അങ്ങനെ ജനുവരി 17 ഈഴവ നായർ ഐക്യം പ്രഖ്യാപിക്കുന്നു. മറുവശത്ത് സുകുമാരൻ നായർ അതിൽ കയറി ആ ചൂണ്ടയിൽ കൊത്തി. സുകുമാരൻ നായർ ചൂണ്ടയിൽ കൊത്താൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, സുകുമാരൻ നായരെ സംബന്ധിച്ച് ഈ കോൺഗ്രസ്സുകാർ ഇപ്പോഴും കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ചില നേതാക്കളുണ്ട്. അതിലൊന്നാണ് ഈ സതീശൻ. പിന്നെ സുകുമാരൻ നായരോട് പ്രത്യേക താല്പര്യം കാണിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ ഈ സതീശൻ വിഭാഗമൊക്കെ ഒന്ന് ഒതുക്കാൻ നോക്കുന്നുണ്ട്. പഴയതുപോലെ കോൺഗ്രസിനുള്ളിൽ എടുക്കുന്ന എല്ലാ തീരുമാനത്തിനും ഈ പെരുന്ന പോപ്പിൻ്റെ അനുവാദം മേടിക്കാൻ പോകുന്ന ശൈലിയില്ല. പണ്ട് ഉമ്മൻചാണ്ടിക്ക് ഒരു കുഴപ്പമുണ്ട്. നേരെ കോട്ടയം പുതുപ്പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ ചങ്ങനാശ്ശേരി വഴി പോകുന്നത്, ഇപ്പുറത്ത് തിരുവല്ലയിൽ നിന്ന് ഒരു വഴിയുണ്ട്, ഒരു ഷോർട്ട് കട്ടുണ്ട്, നേരെ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി വീട്ടിൽ ചെല്ലാം. പക്ഷെ അത് ഒഴിവാക്കി പെരുന്ന വഴി പെരുതെ ചെന്ന് സുഖേട്ടനോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് ഒടുവിലൊന്ന് താന്ന് വണങ്ങി ഒന്ന് പോകുമ്പോൾ സുകുമാരൻ നായർക്ക് വലിയ സന്തോഷമാണ്, നമ്മുടെ മുഖ്യമന്ത്രി. എന്നിട്ട് സുകുമാരൻ നായർ വൈകിട്ട് 2 പച്ചത്തെറിയൊക്കെ പറയും. ഉമ്മൻചാണ്ടി ഇവിടെ വന്നിരുന്നു, അയാളെ ഞാൻ 2 പറഞ്ഞിട്ടുണ്ട്, വിട്ടിരിക്കുന്നു, കുഴപ്പമില്ല, ശരിയാവും. വൈകിട്ടത്തെ ഈ വീമ്പ് പറച്ചിലും കഥ പറച്ചിലൊക്കെ ആയിട്ട് സുകുമാരൻ നായർ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി ഒരു UDF മന്ത്രിസഭ ഉണ്ടായാൽ ഈ മന്ത്രിമാരൊന്നും ഇങ്ങനെ പോയി തിണ്ണനിരങ്ങില്ല എന്ന് സുകുമാരൻ നായർക്കൊരു വിഷമമുണ്ട്. പിന്നെ പഴയ ഈ നായർ ക്രിസ്ത്യൻ ആ ഒരു ഇതങ്ങ് പോയി, റാപ്പ് പോയി. ഇതിനകത്തൊരു ഒരു കാരണം കേരള കോൺഗ്രസ് LDFിലേക്ക് ചേക്കേറിയതാണ്. നേരത്തെ UDFിലായിരുന്നപ്പോൾ എളുപ്പമുണ്ട്, കാരണം അന്ന് മാണി സാറിനെയും നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെയും കൈകാര്യം ചെയ്താൽ മതിയായിരുന്നു. 2 പേരും ഭയഭക്തി ബഹുമാനത്തോടെ നേരെ നടുവൊക്കെ വളച്ച് പെരുന്നേ പോയി നിൽക്കുകയും ചെയ്യും. 2 പേർക്ക് അതിനൊന്നും ഒരു മടിയില്ല. അപ്പോൾ ഈ ഒരു സംവിധാനം മൊത്തം പൊളിഞ്ഞു. മധ്യതിരുവിതാംകൂറിൽ അന്നത്തെ UDFിൻ്റെ കരുത്ത് നായർ നസ്രാണി ആ ഒരു വിഭാഗമായിരുന്നു. ഇത് സുകുമാരൻ നായരെ സംബന്ധിച്ച് കോൺഗ്രസ്സിനൊരു സമ്മർദ്ദതന്ത്രം കൊടുക്കണം. പിന്നീട് ആകെക്കൂടി ഒന്ന് വിരട്ടുമ്പോൾ കോൺഗ്രസ്സിൽ തന്നെ വലിയ പൊട്ടിത്തെറികളുണ്ടാകും, ഈ UDF ആടപടലം പെടും എന്നൊക്കെയുള്ളൊരു ഒരു പൊതുധാരണയുണ്ടായി. അങ്ങനെയാണ് സുകുമാരൻ നായർ നേരെ വെള്ളാപ്പള്ളി കയറി കൈ കൊടുക്കുന്നത്. പക്ഷേ പഴയ സുഖേട്ടനല്ല ഇപ്പോഴത്തെ സുഖേട്ടൻ. പണ്ടത്തെ സുകുമാരൻ നായരെ സംബന്ധിച്ച് ഡയറക്ടർ ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ വാലാട്ടികളാണ്. സുകുമാരൻ നായർ പറഞ്ഞാൽ അതിനപ്പുറത്തൊന്നുമില്ല. NSSൻ്റെ ഡയറക്ടർ ബോർഡ് ഇടയ്ക്ക് 1-2 പേരൊക്കെ കലഹിച്ചു, അവരൊക്കെ പുറത്തുപോയി. ഇപ്പോൾ NSSൻ്റെ മുഖ്യ ഘടകമായി നിൽക്കുന്നത് നമ്മുടെ ഗണേശനെ പോലുള്ള കക്ഷികളാണ്. അവരൊക്കെ ഇദ്ദേഹത്തിന് ചെവി കടിച്ച് ഒരു പരുവാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ സുകുമാരൻ നായരുടെ മകളുടെ ഒരു പ്രശ്നമുണ്ട് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട്, അത് പിണറായി വിജയൻ പരിഹരിച്ച് കൊടുത്തിരിക്കുക. പിന്നെ സുകുമാരൻ നായരുടെ ഒരു മകൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ ഒന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞൊടിച്ചാൽ കുടുംബം അടക്കം ജയിലിൽ പോകും സുകുമാരൻ നായർ. ഇതൊക്കെ സുകുമാരൻ നായർക്ക് അറിയാം. അതുകൊണ്ട് വെള്ളാപ്പള്ളി ഇങ്ങനൊരു സമ്മർദ്ദം ഇട്ടപ്പോൾ പിണറായി വിജയനൊപ്പം നിൽക്കുന്നു എന്നൊരു പൊതുധാരണ ഉണ്ടാക്കിയെടുക്കാം. ആഗോള അയ്യപ്പ സംഗമത്തിൽ തുടങ്ങിയ ബന്ധമാണ്, പിണറായിക്കൊപ്പം ചേർന്ന് നിൽക്കാമെന്നൊക്കെ സുകുമാരൻ നായർ കരുതി. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഇതൊക്കെ അനൗൺസ് ചെയ്ത് ഭദ്രമാക്കി വെച്ചിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്കായിരുന്നു അവിടെ NSS ഡയറക്ടർ ബോർഡ് യോഗം. പക്ഷേ ഇന്നലെ ആ ബോംബ് വീണു. ബോംബ് എന്താണ്? കണിച്ചുകുളങ്ങരയിലെ രാജാവിന് പത്മഭൂഷൺ. അപ്പോൾ അതിന് 2-3 കാരണങ്ങളുണ്ട്. ഈ സംസ്ഥാന സർക്കാർ റെക്കമെൻഡ് ചെയ്യുന്നൊരു പറ്റുകൊണ്ട്, ഇത്തവണ മമ്മൂട്ടിക്കൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ റെക്കമെൻഡേഷനിൽ കിട്ടിയതാണ് പത്മഭൂഷൺ. കണിച്ചുകുളം തമ്പുരാന് പത്മഭൂഷൺ തനിക്കില്ല. ഇത് സുകുമാരൻ നായരെ സംബന്ധിച്ച് ഈഗോ എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഈഗോ കണ്ടുപിടിച്ചത് ഒരുപക്ഷെ സുകുമാരൻ നായരുടെ ഈ പൊതു സ്വഭാവം നോക്കിയാവാം. വലിയ പൊട്ടിത്തെറിയായിരുന്നു കേട്ടോ. ഇന്നലെ വൈകിട്ടൊക്കെ പെരുന്നയിൽ അസാധാരണമായ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരുന്നത്. ഡയറക്ടർ ബോർഡിലുള്ള പലരെയും വിളിച്ചു. ഈ വെള്ളാപ്പള്ളി എന്ന ഡാഷ് എന്നൊക്കെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടത്. ഇവന് ആരൊക്കെയാണോ റെക്കമെൻഡ് ചെയ്തത്? ഇതോടെ സോഷ്യൽ മീഡിയ ഇളകി. സുഖേട്ടൻ എന്തിനാ പത്മഭൂഷൺ? സുഖേട്ടന് പത്മ കഫയില്ലേ? അല്ലെ തന്നെ പത്മ, അത് നമ്മുടെ മന്നത്ത് പത്മനാഭൻ തൊട്ട് പത്മയുടെ ഒരു ഹോൾസെയിൽ ഡീലറാണല്ലോ NSS ആസ്ഥാനവും സുകുമാരൻ നായരും ഒക്കെ. പിന്നെ ഈ പത്മയുടെ പുറമെ പോകണം, അത് വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ പട്ടികളൊക്കെ പോയി മേടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവർ ആശ്വസിച്ചെങ്കിലും ഇന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും ഇത് കത്തി. കാരണം സുഖേട്ടൻ എന്താ തവിട് കൊടുത്താണ് വളർത്തുന്നത് എന്നുള്ളൊരു ചോദ്യം. അത് ന്യായമാണ്. മന്നത്ത് പത്മനാഭന് ശേഷം PK നാരായണ പണിക്കർക്ക് ശേഷം ഇങ്ങനെ എത്രയെത്ര മഹാരഥന്മാർക്ക് ശേഷം NSSൻ്റെ ഈ കസേരയിൽ കയറിയിരുന്ന ഒരു മഹാരഥനാണ് സുകുമാരൻ നായർ. പക്ഷേ ഈ
നായന്മാർ പറഞ്ഞു വരുത്തുന്ന മറ്റ് കഥകളാണ്. അദ്ദേഹം പണ്ട് PK നാരായണ പണിക്കർക്ക് ചായ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ക്ലർക്കായിരുന്നു എന്നും, ഈ ചായ കൊടുത്ത് നാരായണ പണിക്കരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരുവിധമൊക്കെ ഒരു പരുവത്തിലാക്കിയെന്നും പണ്ട് മന്നത്ത് പത്മനാഭൻ തൊട്ട് ഈ സുകുമാരൻ നായരുടെ ഒരു ഇടപെടലിനെ കുറിച്ച് വളരെ മ്ലേച്ഛമായ കഥകളാണ് അവിടെ പരക്കുന്നത്. പിന്നെ സുകുമാരൻ നായരുടെ കുടുംബം എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് മകളടക്കം എല്ലാം ഇക്കാര്യത്തിലൊക്കെ മാന്തി അതിൻ്റെ അകത്തുള്ള ഒരു കക്ഷികൾ. അതുകൊണ്ട് ഈ നായന്മാർക്ക് വലിയ കാര്യമില്ല ഇദ്ദേഹത്തെ. ആ സ്ഥാനത്ത് കയറി ഇരിക്കുന്ന സുകുമാരൻ നായരെ ചവിട്ടി പുറത്താക്കാൻ ഇവർക്ക് ആർക്കും ധൈര്യമില്ല. കാരണം ഇദ്ദേഹം തന്നെ ആക്കിയ NSS പ്രതിനിധികൾ, കരയോഗം പ്രസിഡന്റുമാർ എല്ലാം പുള്ളിയുടെ കയ്യിലാണ്. പിന്നെ വലിയൊരു സാമ്രാജ്യമല്ലേ, എത്ര എസ്റ്റേറ്റുകൾ, എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇതൊന്നും രക്ഷപ്പെട്ടിട്ടുമില്ല. ഈ തിരുവനന്തപുരത്ത് MG കോളേജ് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുക. അതിൻ്റെ അകത്തേക്ക് പിള്ളേരൊക്കെ പാമ്പേടി ഏൽക്കാതെ കയറി പോകുന്ന മഹാഭാഗ്യം കൊണ്ട് എല്ലാ കോളേജുകളുടെയും സ്ഥിതി അതാ. ഒരു മെഡിക്കൽ കോളേജ് നിർമ്മിക്കാനോ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഒരുക്കാനോ ഒന്നിനും അതിൻ്റെ അവസരം വന്നപ്പോൾ അദ്ദേഹം മെനക്കെട്ടുമില്ല. അതിനൊന്നും അങ്ങനെ ഈ സമുദായത്തെ വലുപ്പത്തിലേക്ക് കൊണ്ടുവരണമെന്ന് സുകുമാരൻ നായർക്ക് ആഗ്രഹമില്ല. കാരണം എല്ലാവരും കൂടെ പ്രമാണിമാരായ സുകുമാരൻ നായർക്ക് എന്ത് പ്രമാണിത്വം. അതുകൊണ്ട് ഇതിങ്ങനെ വളർന്ന് മുരടിച്ച് നിൽക്കുന്ന ഒരു പരുവത്തിൽ ഈ NSSനെ കൊണ്ടുപോകണമെന്നാണ് സുകുമാരൻ നായരുടെ ആഗ്രഹം. അങ്ങനെ കൊണ്ടുപോകുന്നു, വലിയ കുഴപ്പമില്ല. പോകുന്നവരൊക്കെ പോകാം. സുകുമാരൻ നായരുടെ ഒരു ഇതിനെ ചോദ്യം ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കണ്ട മന്നത്ത് പത്മനാഭൻ്റെ കൊച്ചുമകൻ ഒരിക്കൽ നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് വളരെ വ്യസനത്തോടെ അദ്ദേഹത്തിൻ്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ പോലും അനുവദിക്കാത്ത കഥ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ ഇവർക്കിടയിലുണ്ട്. അങ്ങനെയുള്ള സുകുമാരൻ നായർ ഇന്ന് ഡയറക്ടർ ബോർഡിന് മുന്നിൽ ചെല്ലുന്നു. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്നതിനെക്കുറിച്ച് ഇപ്പോൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നു. പക്ഷേ അത് അവരുടെ ആദ്യ ചർച്ച എന്തായിരുന്നു എന്ന് വെച്ചാൽ, സുകുമാരൻ നായർ അദ്ദേഹത്തിന് എന്തുകൊണ്ട് പത്മഭൂഷൺ കൊടുത്തില്ല. ഈ വെള്ളാപ്പള്ളി അങ്ങ് സ്കോർ ചെയ്യുന്നു. വെള്ളാപ്പള്ളി സ്കോർ ചെയ്യുന്നതാണ് സുകുമാരൻ നായരെ ചൊടിപ്പിച്ചത്. അപ്പോൾ മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു സുകുമാരൻ നായരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എൻ്റെ മകൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളി തന്നെ സുകുമാരൻ നായരുടെ അടുക്കലേക്ക് വരുമെന്ന്. അന്നേരം അതിൻ്റെ അപകടം സുഖേട്ടന് പിടികിട്ടിയില്ല. ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് വെള്ളാപ്പള്ളി പണിതാണല്ലോ എന്നോർത്തെ. കാരണം തുഷാർ വെള്ളാപ്പള്ളിയെ വിടാൻ മാത്രം ഉള്ളോ താൻ? സാക്ഷാ വെള്ളാപ്പള്ളി വന്ന് തന്നോട് സംസാരിക്കണ്ടേ? അപ്പം മകനെ വിടാമെന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളിയുടെ ഒരു അഹന്തയല്ലേ അത് സുകുമാരൻ നായരെ ഇത്തിരി ഒന്ന് തൊട്ടു. പിന്നീട് തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആരാണ്? BDJSൻ്റെ നേതാവ്, NDAയുടെ വൈസ് പ്രസിഡൻറ്റ്, BJPയുടെ സമകാലിക സഹപ്രവർത്തകൻ, അങ്ങനെയുള്ള മോദിയുടെ വലങ്കയായി നിൽക്കുന്നയാൾ. അങ്ങനെയുള്ളൊരു പക്ക BJPക്കാരനെ താനുമായി സംസാരിക്കാൻ വിടുക, എന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിക്കുക NDA മുന്നണിയിലേക്ക് സുഖേട്ടൻ പോകുന്നെന്ന്. അങ്ങനെ ഒരു ആക്ഷേപിച്ച് പണ്ടാരടക്കാനുള്ള നീക്കമാണ് എന്ന് സുകുമാരൻ നായർക്ക് മനസ്സിലായി. സുകുമാരൻ നായർക്ക് ബുദ്ധി കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇതെല്ലാം കൂടി ഒരു കലിപ്പായിരുന്നു രാവിലെ ഡയറക്ടർ ബോർഡ് ചെല്ലുമ്പോൾ. പിന്നീട് മറ്റൊന്നുകൂടി ഉണ്ട്. ഈ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ നൽകി വെള്ളാപ്പള്ളി ഇനി നാളെ മുതൽ എന്തൊക്കെയായിരിക്കും മോദിയെ സ്തുതിക്കുന്നത്, കേന്ദ്ര സർക്കാരിനെ സ്തുതിക്കുന്നത്, ഇതിൻ്റെ എല്ലാം പാപഭാരം സുകുമാരൻ നായർക്ക് കൂടെ വരും. മറുവശത്ത് UDF മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ ഈ പെരുന്നയിലേക്ക് UDFൻ്റെ ഈ വെള്ളാപ്പള്ളിയുടെ ഭാഷയിലാണെങ്കിൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കത്തില്ല. ഇപ്പോഴത്തെ LDF ഇതേപോലെ വെള്ളാപ്പള്ളിക്ക് എടുത്ത് പത്മഭൂഷൺ മേടിച്ച് NDAയുടെ തുഷാർ വെള്ളാപ്പള്ളി പെരുന്നയിൽ വന്ന് നിരങ്ങുന്ന ഒരു സന്ദർഭമാണെങ്കിൽ LDF പ്രവർത്തകരും നേതാക്കളുമൊക്കെ സൂക്ഷിച്ച് ഇടപെടത്തുള്ളൂ. പിന്നെ സുകുമാരൻ നായർക്ക് ഒരു വിശാല മനസ്സുണ്ട്, അതിനെയും അത് ബാധിക്കും. സുകുമാരൻ നായരുടെ മനസ്സ് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ VN വാസവൻ നേരെ പെരുന്നയിലേക്ക് ചെല്ലുന്നു, സാഷ്ടാംഗം പ്രണമിക്കുന്നു. അതിൽ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല എന്ന് മാത്രമല്ല, ചങ്ങനാശ്ശേരിയിലാണ് കത്തോലിക്ക സഭയുടെ പിതാക്കന്മാരുണ്ട്. ആ പിതാക്കന്മാർക്കൊക്കെ സുകുമാരൻ നായരോട് വലിയ സ്നേഹവും ബഹുമാനമാണ്. സുകുമാരൻ നായരെ കാണുമ്പോൾ ആ പഴയ വിധേയത്വം കൊണ്ട് വണങ്ങും. അപ്പോൾ കത്തോലിക്ക പിതാക്കന്മാരും മറ്റു മതസ്ഥരുടെ നേതാക്കളും മറ്റ് ഇതര പാർട്ടികളുടെ മന്ത്രിയും MLAമാരും ഒക്കെ വന്ന് ഇങ്ങനെയൊരു വിശാല ഹൃദയം കാട്ടി നിൽക്കുന്ന ഈ വലിയ പ്രമാണിത്വത്തിനൊരു കോട്ടം വരുമോ? അപ്പോൾ ഇതെല്ലാം കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആത്മസംഘർഷമായിരുന്നു. ഇത് പത്മഭൂഷണായപ്പോൾ പൊട്ടി, ഇനി രക്ഷയില്ല. അങ്ങനെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ എല്ലാവരും വിമർശനം ഉയർത്തി. നമ്മളെ ഈഴവ വിഭാഗവുമായി SNDPയുമായി ഇങ്ങനൊരു ഐക്യത്തിലേക്ക് ഏർപ്പെട്ടാൽ അത് നമ്മുടെ പ്രാമാണിത്വത്തെ ബാധിക്കും, നമ്മുടെ ആഠ്യത്വത്തെ അത് ബാധിക്കും. അത് നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒക്കെ ആളുകൾ സംശയിക്കാൻ ഇടവരും. ഇതിൽ വെള്ളാപ്പള്ളി സ്കോർ ചെയ്യും, അവർ പച്ചയ്ക്ക് പറഞ്ഞു. സുകുമാരൻ നായർക്ക് വെള്ളാപ്പള്ളിയുമായി സംസാരിച്ച് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ഇതോടെ സുകുമാരൻ നായർക്ക് അപകടം മനസ്സിലായി. അങ്ങനെ പച്ചയ്ക്ക് ഇന്ന് എല്ലാം പൊട്ടിച്ചു. ഇനി ഐക്യവും ഇല്ല, ഒരു പണ്ടാരവും ഇല്ല.
അപ്പോൾ ഐക്യമില്ല എന്ന് പറഞ്ഞാൽ ഞെട്ടി വെള്ളാപ്പള്ളി എന്നാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്. വെള്ളാപ്പള്ളി വാ പൊളിച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഇന്ന് മീഡിയ കണിച്ചുകുളങ്ങരയിലേക്ക് ചെല്ലുമ്പോൾ വെള്ളാപ്പള്ളി വാ പൊളിച്ചിരിക്കുകയാണ്. ഇത് പത്മഭൂഷൺ അവാർഡ് കിട്ടിയ വെള്ളാപ്പള്ളി അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം NSS സുഖമായിട്ടും ചതിച്ചു, ദുർബലനായി. ഇവിടെ സതീശനും കൂട്ടരും ഒക്കെ ഊറിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇത് ഈ പൊട്ടി പണ്ടാരം അടങ്ങി, ഇടതുപക്ഷവും ആകെ വെട്ടിലായില്ലേ. ഈ രണ്ടെണ്ണത്തിനെയും പൊക്കിക്കൊണ്ട് നടന്നിട്ട് വല്ലാത്തൊരു കോലത്തിലായി. കേരളം ഇങ്ങനെ രണ്ട് സമുദായ നേതാക്കൾക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം, അതിനെയൊക്കെ മുതലെടുക്കുന്ന ഇമാതിരി രണ്ട് നേതാക്കൾ, വളരെ ഒരു വിചിത്ര കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത്. ഇവിടെ ഇപ്പോൾ പൊടുന്നനെയായിരുന്നു വെള്ളാപ്പള്ളിക്കൊരു പത്മഭൂഷൺ കിട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി തന്നെ ഞെട്ടിക്കാണ്, ഞാൻ എന്ത് കാണിച്ചിട്ടാണ് എനിക്കൊരു പത്മഭൂഷൺ കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇതിൽ കേന്ദ്രത്തിൻ്റെ ഒരു കളിയുണ്ടോ എന്നുള്ളൊരു സംശയം ഉടലെടുക്കുന്നുണ്ട്. കാരണം മോദി വന്ന് തിരിച്ചു പോകുന്നു, ഇതിനിടയ്ക്ക് ഈ വെള്ളാപ്പള്ളിയെ കാണാനും അതുപോലെ തന്നെ പെരുന്നയിലേക്ക് പോകാനും ക്യൂ നിൽക്കുകയായിരുന്നു BJPയുടെ നേതാക്കന്മാർ. ഈ BJPയുടെ നേതാക്കന്മാരൊക്കെ വന്ന് പോയി കഴിയുമ്പോഴും അവരെല്ലാം അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന ജനറൽ സെക്രട്ടറിയെ സുകുമാരൻ നായരെ നമ്മൾ കണ്ടു. അങ്ങേയറ്റം സുരേഷ് ഗോപിയൊക്കെ അങ്ങേയറ്റം ആക്ഷേപിച്ചാണ് വിട്ടത്. പക്ഷേ സംസാരിച്ച് തിരിച്ച് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് തന്നെ പെരുന്നാ പോപ്പ് അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ നിരന്തരം ഈ പറയുന്ന BJP നേതാക്കളെ എല്ലാം അധിക്ഷേപിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ വെള്ളാപ്പള്ളിക്ക് ഇങ്ങനെ ഒരു പത്മഭൂഷൺ കൊടുക്കുന്നതും അത് കൃത്യമായി ഈ പറയുന്ന CPMന് തിരിച്ചടി ഉണ്ടാക്കുന്നു. അതിനിടയിൽ ഈ SNDPയും NSSും തമ്മിലുണ്ടായിരുന്ന ഐക്യം അത് പൊട്ടിത്തകരുകയും ചെയ്തു. കൃത്യമായൊരു BJPയുടെ കളി ഇതിലുണ്ടോ എന്ന്. BJP ശരിക്കും രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഒരു പ്രോട്ടോകോളുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ലിസ്റ്റുണ്ട് പത്മഭൂഷൺ. അതിൽ കഴിഞ്ഞ കുറേ വർഷമായി വെള്ളാപ്പള്ളിയുടെ പേരുണ്ട്. പക്ഷേ സുകുമാരൻ നായരുടെ പേരില്ല എന്നാണ് ഞാൻ ഒന്ന് രണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ സുകുമാരൻ നായരെ അങ്ങനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അതിൽ ഒരു രാഷ്ട്രീയ കളി നടത്തിയിരിക്കുന്നു. മറുവശത്ത് ഈ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് പിണറായി വിജയനുമായിട്ടുള്ള ചങ്ങാത്തം BJP അത് വളരെ സൂക്ഷിച്ച് നിൽക്കുകയാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഈഴവ വിഭാഗത്തെ അത് പൂർണ്ണമായി BJPയിലേക്ക് അടർത്തിയെടുക്കണം. അത് അവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഇവിടെയാണ് BJP വളരെ തന്ത്രപരമായ ചില നീക്കങ്ങൾ, BJP എന്നല്ല, നമുക്ക് ഒരു രാഷ്ട്രീയ നേതൃത്വം ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ പത്മഭൂഷൺ അവാർഡ് ലഭിച്ചവരുടെ പേര് മമ്മൂട്ടിക്ക് ലഭിച്ചു. ഇടതുപക്ഷ ചായ്വുള്ള ഒരു രാഷ്ട്രീയ ചായ്വുള്ള ആളാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ച് നേരത്തെ കിട്ടേണ്ട പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ വൈകിപ്പോയി. എങ്കിലും രാജ്യത്തിൻ്റെ പരമോന്നതമായ ഒരു അവാർഡ്, ഒരു ദേശീയതയുടെ അടയാളം, അത് താൻ സസന്തോഷം സ്വീകരിക്കുന്നുവെന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. മമ്മൂട്ടി എന്ന ഇടതുപക്ഷ ചായ്വുള്ള ഒരു കലാകാരന്, നടന് ഒരു അവാർഡ് കിട്ടുന്നു. പിന്നെ സാക്ഷാൽ VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ സമ്മാനിക്കുന്നു. ശരിക്കും CPMനെ വെട്ടിലാക്കി. ആ CPMനെ വെട്ടിലാക്കി എന്ന് പറയാൻ EMSനും ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും അവാർഡുകൾ മുൻപ് പ്രഖ്യാപിച്ചപ്പോൾ, പത്മഭൂഷൺ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതെന്നവർ നിരസിച്ചിരുന്നു. അതിൻ്റെ കാരണം ഒന്ന്, നരസിംഹറാവുവിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഈ രണ്ടുപേരും ചൂണ്ടിക്കാട്ടിയത്, പിന്നീട് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ രണ്ട് അവാർഡുകൾ നിരസിച്ചതോടെ CPM നേതാക്കൾ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മ അവാർഡുകൾ വാങ്ങില്ല എന്നൊരു പൊതു നിലപാടായിരുന്നു പൊതുജനത്തിന് മുന്നിലുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ പത്മവിഭൂഷൺ VS അച്യുതാനന്ദന് പ്രഖ്യാപിച്ചതോടെ അദ്ദേഹത്തിൻ്റെ മകൻ അതിനെ സ്വാഗതം ചെയ്തു, സോഷ്യൽ മീഡിയയിൽ എഴുതി. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇതിനെ സ്വാഗതം ചെയ്യുന്നു. മറുവശത്ത് പിണറായി വിജയനും ആകെ ആദിയായി. കാരണം ഇപ്പോൾ VSന് കൊടുത്തല്ലോ, ചിലപ്പോൾ അടുത്ത വർഷങ്ങളിൽ തനിക്കും പത്മവിഭൂഷൺ കിട്ടുമെന്ന് പിണറായിക്ക് മനസ്സിലായി. ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ കുടുംബത്തെ കൊണ്ട് അവാർഡ് നിരസിപ്പിച്ചാൽ ഇനി തനിക്ക് കിട്ടുന്നത് മകൾ വീണയ്ക്ക് എങ്ങനെ മേടിച്ചെടുക്കാൻ കഴിയും? അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് പാർട്ടി നിലപാട് തിരുത്തി, അതൊക്കെ നല്ല കാര്യം. പക്ഷെ അങ്ങനെ കൃത്യമായി CPMനെ വെട്ടിലാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോഴത്തെ അവാർഡ് പ്രഖ്യാപനത്തിൽ നമ്മൾ കാണുന്നത്. ആ കൂട്ടത്തിലാണ് വെള്ളാപ്പള്ളിക്ക് കൂടെ അങ്ങ് വെച്ചു കൊടുത്തത്. പക്ഷെ ഇത് എങ്ങനെ സുഖേട്ടൻ സഹിക്കും? കാരണം ഇത്രയേറെ പ്രാമാണിത്വമുള്ള, ഇത്ര ഈഗോ ഉള്ള, തൻ്റെടിയായ അഹങ്കാരിയായ നായർ തറവാടിനെ മൊത്തം അടക്കി ഭരിക്കുന്ന സുകുമാരൻ നായരെ നായന്മാർ തന്നെ വിശേഷിപ്പിക്കുന്ന പെരുന്ന പോപ്പെന്ന്. അപ്പം അത്ര സർവാധികാരിയായ ഒരാളെ കണിച്ചുകുളങ്ങരെ കൊണ്ട് ഒരു അവാർഡ് കൊടുത്തിട്ട് പെരുന്നയിൽ എത്തിക്കാത്തതിൻ്റെ ഒരു രോഷം, അത് തീർച്ചയായിട്ടും ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് ഈ നാട്ടിലെ പല കാര്യങ്ങളും പച്ചയ്ക്ക് തുറന്നു പറഞ്ഞതിനാണ് തനിക്ക് പത്മഭൂഷൺ അവാർഡ് കിട്ടിയതെന്ന്. ഇതിനേക്കാളൊക്കെ എത്രയോ തുറന്നു പറച്ചിലുകൾ നമ്മുടെ സുകുമാരൻ നായർ നടത്തിയിട്ടുണ്ട്. ഒരു സമുദായത്തിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചതാണ്.
അപ്പോൾ പക്ഷേ ഇവിടെ ഈ വെള്ളാപ്പള്ളി ഈ പച്ചയായ സത്യങ്ങൾ തുറന്നു പറയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന കാസർഗോഡും മലപ്പുറവും ഒക്കെ നോക്കി മാത്രമേ പച്ചയായ സത്യങ്ങൾ പറയുന്നുള്ളൂ. എനിക്ക് അവിടെ ഒരു സ്കൂൾ പോലും തുടങ്ങാൻ കഴിയുന്നില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ ഓർക്കണം. ആലപ്പുഴ ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വെള്ളാപ്പള്ളി പിന്നീട് സർക്കാർ കോൺട്രാക്ടറായി, കള്ള് ഷാപ്പ് കോൺട്രാക്ടറായി, അവിടെ നിന്ന് ഹോട്ടൽ മുതലാളിയായി, പിന്നീട് പടിപടിയായി വളർന്ന് SNDPയുടെ ഉയരങ്ങളിലെത്തി, എല്ലാം പിടിച്ചടക്കി കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി. സ്വന്തം സമുദായത്തെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടി. ഇവിടുത്തെ തിരുവനന്തപുരം പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള ഈ സമുദായത്തിലെ പ്രമാണിമാരും ഗുണ്ടകളും ഒക്കെ ഒരു വളരെ വിപുലമായ ഒരു സംവിധാനം തൻ്റെ എല്ലാ സഹായത്തിനുമുണ്ട്. കണിച്ചുകുളങ്ങര എന്ന് പറയുന്ന ഒരു ദേശം, അത് അദ്ദേഹത്തിന് തീരെഴുതി കിട്ടിയതുപോലെ വലിയൊരു സാമ്രാജ്യം പടുത്തുയർത്തി. ഒരു വിഭാഗം പറയും ഇതൊക്കെ ഈഴവരുടെ ചോര കുടിച്ചിട്ടാണെന്ന്. പക്ഷേ ഏത് ചോര കുടിച്ചിട്ടാണേലും അങ്ങ് വല്ലാണ്ട് വളർന്നുപോയി. അപ്പോൾ അത്രയേറെ വളർന്ന വെള്ളാപ്പള്ളിയെ പിണറായി പോലും ഭയക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില ചോദ്യങ്ങളാണ്. അതായത് ഈ പറയുന്ന ഈ രണ്ട് കടൽ കിഴവന്മാരുടെ പിന്നാലെ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം കിടന്ന് ഓടുന്നു. അവരാണെങ്കിൽ ഇവരെ ഇട്ട് വട്ടം കറക്കാൻ ഒരു വശത്തൂടെ നിൽക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പറയുന്ന എന്ത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായിയെ പോലൊരു നേതാവ് ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ, പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് നടക്കുന്ന വെള്ളാപ്പള്ളിയെ പോലൊരാളെ സ്റ്റേറ്റ് കാറിൽ കൊണ്ടിറക്കുന്നു, പാർട്ടിയുടെ എന്തോ വലിയ ആളാണ്, അല്ലെങ്കിൽ ഞങ്ങളുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള പ്രഖ്യാപനമായിരുന്നു അവിടെ നടത്തിയത്. എന്നാൽ ഈ പറയുന്ന പോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന സുകുമാരൻ നായർ പറഞ്ഞാലും അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാലും ഈഴവ നായന്മാരൊക്കെ ഇവർക്ക് വോട്ട് കൊടുക്കും എന്നാണോ ഒരു ചിന്ത എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അവിടെയാണ് നമ്മൾ VD സതീശൻ്റെ ഒരു പ്രസ്താവന കാണേണ്ടത്. അതായത് നമുക്ക് സമുദായ നേതാക്കളെ കാണുമ്പോൾ ഇരിക്കാം, പക്ഷേ കിടക്കാൻ നിൽക്കരുത്. അല്ല, ഈ വെള്ളാപ്പള്ളി നമ്മൾ അത്ര നിസ്സാരമാക്കണ്ട. കാരണം നമ്മളിപ്പോൾ ഈഴവ സമുദായത്തിൻ്റെ മൊത്തം വോട്ട് എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും കേരളത്തിൽ ഒരു 10-15,000 വോട്ട് സ്വാധീനിക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിയും. കാരണം വെള്ളാപ്പള്ളിയുടെ സ്ഥാപനങ്ങൾ, വെള്ളാപ്പള്ളി ബന്ധപ്പെടുന്ന ആളുകൾ, വെള്ളാപ്പള്ളിയുമായി അടുപ്പമുള്ളവർ, അന്ധമായി വെള്ളാപ്പള്ളിയെ ആരാധിക്കുന്നവർ, അങ്ങനെ ഒരു ചെറു വിഭാഗമുണ്ട്. അതുപോലെ നായന്മാരുടെ സൈഡിൽ നിന്നും. പക്ഷെ പ്രശോ പറഞ്ഞതുപോലെ ഈ 10-15,000 വോട്ടുള്ള രണ്ട് കടൽ കിഴവന്മാരെ ഇത്രയധികം ചുമക്കണോ എന്നൊരു ചോദ്യം. ഇവർ ഒരു രണ്ട് സമുദായത്തിൻ്റെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത്. ആ പ്രതീകം എന്നുള്ള നിലയിൽ ഈ സമുദായത്തിന് മറ്റ് ഐഡൻറ്റിറ്റി ഇല്ല. ഈഴവ സമുദായത്തിന് വേറെ എന്ത് ഐഡൻറ്റിറ്റി? ആരെങ്കിലും ശിവഗിരിയെ അംഗീകരിക്കുന്നുണ്ടോ? ശിവഗിരിക്ക് പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ടോ? ആ പാവം സാധുക്കൾ അവിടെ പൂജയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ശിവഗിരി കുന്നിലുണ്ട്. ആ ശിവഗിരി കുന്നിൽ പണ്ടൊരു സ്വാമി ഉണ്ടായിരുന്നു, നമുക്കറിയാം, ശാശ്വതീയാനന്ദ സ്വാമി. മറ്റൊരു ജലസമാധി അടഞ്ഞതിന് പിന്നിൽ പോലും ചില കഥകളുണ്ട്. അതൊക്കെ ഈ കണിച്ചുകുളങ്ങരയായിട്ട് ബന്ധപ്പെട്ട കഥകളാണ്. അപ്പോൾ എന്തും നടക്കുക, ആ സ്വാമിമാർ പോലും അതുകൊണ്ട് ഭയപ്പെട്ട് കുമ്പിട്ടാണ് നിൽക്കുന്നത്. ശിവഗിരി അടക്കം എല്ലാം കൈപ്പിടിയിലൊതുക്കിയ ഒരു പ്രമാണിയാണ്. അപ്പോൾ ഈ പ്രമാണി അത്ര ചില്ലറക്കാരനല്ല. പൊതുവെ ഏകാധിപതികളെ ഭയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാം പിണറായി വിജയൻ്റെ ആ ഒരു ധിക്കാര മനോഭാവത്തിന് മുന്നിൽ മുട്ടിടിച്ച് നിൽക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം CPM പ്രവർത്തകരും നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെയാണ് ഈഴവ പ്രമാണിയായ വെള്ളാപ്പള്ളി, നായർ പ്രമാണിയായ മറുവശത്ത് സുകുമാരൻ നായർ. ഇത് ഈ വിഭാഗത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല കേട്ടോ. ഇപ്പോൾ മുസ്ലിം സമുദായത്തിലെടുത്താൽ നമുക്കറിയാം AP അബൂബക്കർ മുസ്ലിയാർ, ഇപ്പോൾ സമസ്തയുടെ ഓരോ തലത്തിലും ഇത്തരം പ്രമാണിമാരുണ്ട്. പക്ഷേ ഇവർ കൂടുതൽ ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന ഒരു ധാർഷ്ട്യം. ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനം എന്ന് വേണമെങ്കിൽ കേരളത്തെ പറയാം. കാരണം ഇപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ നമ്മൾ ശതമാനം കണക്ക് നോക്കിയാൽ ഹൈന്ദവ ഭൂരിപക്ഷം വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ഈഴവ നായർ ഒരു ബാന്ധവമുണ്ടായാൽ അതിലൊരു ഭൂരിപക്ഷ സ്വഭാവമുണ്ട്. അതാണ് BJP ആത്യന്തികമായി സ്വപ്നം കാണുന്നത്. അത് നടക്കില്ല എന്ന് പൂർണ്ണമായി തിരിച്ചറിഞ്ഞതോടെയാണ് BJP കുറച്ചുകൂടി ഒരു ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് തിരിഞ്ഞത്. നമുക്കറിയാം, ഇപ്പോൾ കിറ്റക്സിൻ്റെ വരവിൽ സാബു ജേക്കബിനെ പിടിച്ചു. ക്രിസ്ത്യൻ മേഖലകളിൽ വലിയ സ്വാധീനം ഉറപ്പിക്കുന്നു. ബിഷപ്പുമാരും അച്ഛന്മാരും ഒക്കെ ആയിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുന്നു. പക്ഷേ ഈ ക്രിസ്ത്യൻ സമുദായത്തിന് KM മാണിയെ പോലൊരു അധികായനായ രാഷ്ട്രീയ നേതാവിൻ്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റിക്കൊരു രാഷ്ട്രീയമായൊരു ഉടലുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു നാഥനില്ലായ്മ അവരെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ ഈ അച്ഛന്മാർ, ബിഷപ്പുമാരിലൊന്നും ഒരു രാഷ്ട്രീയ അവബോധത്തോടെ സംസാരിക്കുന്നവർ ചുരുക്കമാണ്. വൈകാരികമായി ചിലരൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത ഒരു വാക്യൂം സ്പേസ് കിടപ്പുണ്ട്. അവിടെ മറ്റേതൊരു ഐക്യത്തേക്കാൾ ഒരു ഐക്യം സാധ്യമാകാൻ എളുപ്പം നായർ നസ്രാണി ഐക്യമാണ്. അത് കൃത്യമായി LDF മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആ ശശി തരൂരിനെ മാന്തിയെടുക്കാൻ നോക്കുന്നത്.
ഇപ്പുറത്തും BJP അത് വല്ലാണ്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഒരു കാലത്തും സുകുമാരൻ നായരെ അവർക്ക് അതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. സുകുമാരൻ നായരെ കൊണ്ടുവരാൻ ഈ കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ കഴിയാതെ പോയതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഈ തുഷാർ വെള്ളാപ്പള്ളിക്ക് അവിടെ കിട്ടുന്ന സ്വീകാര്യത അത് സുകുമാരൻ നായർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. DJSൻ്റെ BJP ബാന്ധവം, തുഷാർ വെള്ളാപ്പള്ളിക്ക് ഈ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അമിത പ്രാധാന്യം, അതിൻ്റെ ഏറ്റവും ഒടുവിൽ നമ്മുടെ സുകുമാരൻ നായരെ തേച്ചൊട്ടിക്കുന്ന കാഴ്ചയാണ് പത്മഭൂഷൺ അവാർഡിലും കാണിച്ചു കൂട്ടിയത്. അത് അങ്ങനെയൊന്നും ക്ഷമിക്കാൻ സുഖേട്ടന് പറ്റത്തില്ല. ഇവിടെ ഈ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം VD സതീശനെ അധിക്ഷേപിക്കുമ്പോഴും VD സതീശൻ അതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഒരുപടി മുന്നിലേക്ക് നോക്കുകയാണെങ്കിൽ സുകുമാരൻ നായരും പറഞ്ഞിട്ടുണ്ട് ഈ VD സതീശനെ ചുമന്ന് നടന്നാൽ UDF താഴെ പോകത്തേ ഉള്ളൂ എന്നൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും പക്ഷേ തിരിച്ച് വെള്ളാപ്പള്ളിക്ക് കൊടുക്കുന്ന അതേ ഇൻറ്റൻസിറ്റിയിൽ ഒരു മറുപടി സുകുമാരൻ നായർക്ക് കൊടുക്കാൻ VD സതീശൻ തയ്യാറാകുന്നില്ല. ഈ വർഗീയതയ്ക്ക് ഒപ്പമല്ല, ഞങ്ങൾ വർഗീയതയെ തുരത്തി എറിയുന്നു, വർഗീയത പറഞ്ഞാൽ ഞങ്ങൾ അവരെ തിരുത്തും, അവരോട് പോരാട്ടം നടത്തും എന്നൊക്കെ പറയുന്ന VD സതീശൻ പക്ഷേ ഈ പറയുന്ന ഈ ഇപ്പുറത്തെ നായർ സമുദായ നേതാവിന് മുൻപിലൊന്ന് മുട്ടു കുത്തുന്നുണ്ട്. അതെ, 1766, 2005, 2012 3 തവണയാണ് ഈ പതിറ്റാണ്ടുകൾ നീണ്ട ഈ ചരിത്രത്തിനിടയിൽ ഈഴവ നായർ ഐക്യത്തിന് വേണ്ടിയുള്ള ശ്രമം നടന്നത്. 3 തവണയും ചീറ്റിപ്പോയി. 2012 അത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടമാണ്. അന്ന് ഈ 2012 നമുക്കറിയാം അന്നത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ. അന്ന് 5ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്ന മുസ്ലിം ലീഗ്, പിന്നീട് മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ പിടിമുറുക്കുന്നു. അതിൻ്റെ വല്ലാത്ത അസ്വസ്ഥതകൾ. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയെങ്കിലും 2012 മുസ്ലിം ലീഗ് വല്ലാതെ പിടിമുറുക്കുകയും കുഞ്ഞാലിക്കുട്ടി വലിയ പ്രാധാന്യത്തോടെ അന്ന് മന്ത്രിസഭയെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൽ വലിയ അസ്വസ്ഥത അന്ന് സുകുമാരൻ നായർ പ്രകടിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയായി വെള്ളാപ്പള്ളി പ്രകടിപ്പിച്ചു. അവർ രണ്ടും ഒരുമിക്കുന്നു എന്നുള്ളൊരു സ്ഥിതിയിലെത്തി. മുസ്ലിം ലീഗിനെ ഒതുക്കണമെന്ന് അന്ന് സുകുമാരൻ നായർ ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെടുന്നു. പക്ഷേ മുസ്ലിം ലീഗിന് വേണ്ടി ഉമ്മൻചാണ്ടി വാദിക്കുന്നു. പിന്നീട് ഇരുവരും തമ്മിലൊരു സൗന്ദര്യപ്പിണക്കം. ഈ ഉമ്മൻചാണ്ടിയും സുകുമാരൻ നായരും തമ്മിൽ വലിയ ഇഴയെടുപ്പമുള്ള ബന്ധമായിരുന്നു. എങ്കിൽ പോലും അതിടയ്ക്കൊന്ന് പൊട്ടി. അതിനെ തുടർന്ന് ആ വാശിയിൽ ഈഴവ നായർ ഐക്യത്തിലേക്ക് കടക്കുന്നുവെന്ന് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചു. വെള്ളാപ്പള്ളിയുമായിട്ട് ഗാഢാലിംഗനമൊക്കെ ചെയ്തു. പക്ഷെ അതും പെട്ടെന്ന് പൊട്ടി പറഞ്ഞു പോയി. കാരണം രണ്ടും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. ഈ ഈഗോ, പ്രാമാണിത്വം, അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം. ഇത് തന്നെ പ്രശ്നമാണ്. ഈഴവർ നായർ ഐക്യം അല്ലെങ്കിൽ നായർ ഈഴവ ഐക്യം, ഇതിലേത് വെക്കും? അപ്പോൾ അത് തന്നെ പൊളിഞ്ഞുപോയി. അപ്പോൾ ഈ 3 തവണയും ഈ പരീക്ഷണം വലിയ പരാജയമായിരുന്നു. അതിനെ ഏറ്റവും ഒടുവിലാണ് 2026 ജനുവരി 17 ഈ പുതിയ പരീക്ഷണത്തിന് തുടക്കം. അതും പൊളിഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പോലെ പത്മഭൂഷൺ കിട്ടിയെങ്കിലും ആ ഒരു തിളക്കം വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖത്തില്ല. അത് പെരുന്ന പോപ്പ് ആ തിളക്കം അങ്ങ് മങ്ങിപ്പിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും ഇപ്പോൾ CPM-ന് ഈ ഒരു വിഷയത്തിൽ വലിയൊരു തിരിച്ചടിയും ഉണ്ടായിരിക്കുകയാണ്. അവർ ഉറ്റുനോക്കുകയായിരുന്നു ഈ പറയുന്ന SNDP NSS കൈകൊടുപ്പ്. പക്ഷേ അതും എങ്ങും എത്താതെ പോയിരിക്കുന്നു. ഈ വരും ദിവസങ്ങളിൽ എന്തായാലും ഇതിൻ്റെ കൂടുതൽ പൊട്ടലും ചീറ്റലും ഉണ്ടാകും. കാരണം പെരുന്ന പോപ്പിന് എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ മറുപടി കൊടുക്കും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പറയുന്ന പോലെ തന്നെ ഇപ്പോൾ പത്മ അവാർഡ് മേടിക്കാൻ ഈ വെള്ളാപ്പള്ളിയാണോ പട്ടിയാണോ പോകുന്നത് എന്ന് കേരളം ഉറ്റുനോക്കുന്നു. വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. തീർച്ചയായിട്ടും നന്ദി. നമസ്കാരം.